ഒരാളുടെ മനസ്സ് നോവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ്. ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാര് അതിന് കറക്റ്റായിട്ട് അത് തന്നെ അനുഭവിച്ചിട്ട് തന്നെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റും. ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 49 കൊല്ലായി. ഞാൻ ഈ ലോകം കാണാൻ തുടങ്ങിയിട്ട് 49 കൊല്ലായി. അതുകൊണ്ട് ഈ 15 വർഷം യൂട്യൂബിൽ ജീവിക്കുന്ന ആ ജീവിതം ഞാൻ പുറത്താ ജീവിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഇപ്പോ ആൾക്കാർക്ക് വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി 3 മാസം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത മാസം ഡെലിവറിയാണ്. പട്ടിയാണ് 4-5 മാസത്തിൽ പ്രസവിക്കുന്നത്. ഇത് മനുഷ്യ സ്ത്രീയാണ്. നിങ്ങൾ ഇതേ ചെയ്യൂ. നന്നാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. അമ്മാവാത്തല്ലേ നന്നാവൂല എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ നന്നാവില്ല, എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ കുറെ കാലം ഗെറ്റ് വെൽസ് എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ല ഇത് എന്റെ ഭാര്യയുടെ കാലായിട്ട് വിചാരിച്ചു. അയ്യോ, എനിക്ക് നിന്നോട് ഒരു സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കണം. ഇവരൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്വന്തമായിട്ട് ചെന്ന് ഇപ്പൊ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ആഹാരം പോലും കഴിക്കാതെ നിങ്ങൾ വീഡിയോ എടുക്കുന്നു. റെസ്പെക്ട് യുവർ വർക്ക്. ഞാൻ മീഡിയക്കാരനായിട്ട് ഞാൻ ഇതേപോലെ ഇന്റർവ്യൂവിന് പല സ്ഥലത്തും ചെന്ന് നിന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ ചീത്തയും കേട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. 700ഓളം ഇന്റർവ്യൂസ് ഞാൻ എയർ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് ഇതിന്റെ റെസ്പെക്ട് അറിയാം. പക്ഷെ എവിടെയോ കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് അതിന്റെ കഷ്ണങ്ങൾ കാണിച്ച് ആ എച്ചിലിന്റെ പിന്നെയും വേറൊരു ചെയ്ത് അതിന് കമന്റ് ചെയ്ത് അതിന് താഴെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി ഞങ്ങളെ ചീത്ത വിളിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ എന്താ പറയുക? അവരെയൊക്കെ ആൾക്കാർ ഞാൻ വില പോലും കൊടുക്കരുത്. എന്നിട്ടും വില കൊടുത്തു കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എന്തോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവസാനമാണ് വിചാരിച്ചിരിക്കുന്നത്. ഇല്ല, എനിക്ക് എന്റെ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്റെ വീട്ടിനകത്ത് കഥ പടച്ചു കഴിയുമ്പോൾ എന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, എന്റെ മക്കൾ, ചേച്ചി, അനിയത്തി, എനിക്ക് വലിയൊരു ലോകമുണ്ട്. അതില്ലാത്തവർക്ക് അതിന്റെ വില മനസ്സിലാവില്ല. അവർ ഈ എച്ചിൽ കൊണ്ട് ഇങ്ങനെ ജീവിക്കും. കുഴപ്പമില്ല. അതിന് എനിക്കൊരു പ്രശ്നം. നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കൂല. അപ്പൊ അതിൽ നിങ്ങൾ കാമം കണ്ടു, നിങ്ങൾ കണ്ട കാമം അല്ല ഈ ഇപ്പൊ മഞ്ഞപ്പിത്തമുള്ള കണ്ണിന് എല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് കാമമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണാം. നിങ്ങൾക്ക് എന്തോ മാനസിക രോഗമുണ്ട്, വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചികിത്സിക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സയും തരാം. പക്ഷെ ഇതൊരു വലിയൊരു നേട്ടമാണെന്ന് കരുതി അങ്ങനെ കയറി അങ്ങ് വലിയ എന്തോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഉരുകിപ്പോകും ഒക്കെ വിചാരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഉരുകാത്ത ഞാൻ ഇനിയിപ്പോ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഉരുകുമെന്ന് വിചാരിച്ചു ഞാൻ തെറ്റാണ്. സോറി സുഹൃത്തെ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇത്തരത്തിലുള്ള സദാചാര അമ്മാവന്മാരിപ്പോ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാവനും അമ്മായിയും അതൊന്നും പ്രശ്നമല്ല. ഇവരാർക്കും ഇവരുടെ പ്രായം കൂടുന്ന അറിയുന്നില്ല. ഇവരാരും അമ്മാവനും അമ്മായിയാണെന്ന് അംഗീകരിക്കുന്നില്ല. ഇവരൊക്കെ ഞങ്ങളെ കയറി കിളവാക്കിളങ്ങി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളെക്കാളും 10-20 വയസ്സ് മൂപ്പുള്ള ആൾക്കാരാണ്. അതും 10-15 വർഷമായിട്ട് അവര് യൂട്യൂബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രേ ആയിട്ടുള്ളൂ. യൂട്യൂബൊക്കെ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. 15 വർഷമല്ലേ ആയിരുന്നു യൂട്യൂബ് വന്നിട്ട്. ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 49 കൊല്ലായി. ഞാൻ ഈ ലോകം കാണാൻ തുടങ്ങിയിട്ട് 49 കൊല്ലായി. അതുകൊണ്ട് ഈ 15 വർഷം യൂട്യൂബിൽ ജീവിക്കുന്ന ആ ജീവിതം ഞാൻ പുറത്താ ജീവിച്ചിട്ടുള്ളത്. ഞാൻ ജീവിതം കണ്ട്, കഷ്ടപ്പാടുകൾ കണ്ട്, ദുബായില് കഷ്ടപ്പെടുന്ന ലേബർ ക്യാമ്പിലുള്ള ആൾക്കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എന്ത് പ്രശ്നത്തിൽ കിടക്കുകയാണെന്നും അവിടെ എന്തൊക്കെയാണ് ഇഷ്യൂ എന്ന് കണ്ട് വളർന്ന് ഓരോ സമയവും എന്താണ് ഓരോ രൂപയുടെയും വിലയെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഏതോ ഒരാളെടുത്ത വീഡിയോ എടുത്തിട്ട് അതിന്റെ മേളിൽ കയറി ഡയലോഗ് അടിച്ചിട്ട് അതിൽ കിട്ടുന്ന പൈസയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്നെ പറയാൻ അധികാരമില്ല. കാരണം ഞാൻ നന്നായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ്. എന്റെ ക്ലയൻസിനടുത്ത് ചോദിച്ചാൽ അറിയാം, ഞാൻ ഒരാളെ പോലും ഞാൻ ഹൈ ആയിട്ട് പ്രൈസ് ചെയ്ത് ഞാൻ അവരെ പറ്റിച്ച് ഞാൻ ജീവിക്കുന്ന ആളല്ല. ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ബഡ്ജറ്റ്സ് പറയും, ഞാൻ വർക്ക് ചെയ്യാം. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാനേ അറിയാവൂ. കാരണം നേരും നെറിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ദിവസം വരെ ഉള്ളൂ എനിക്ക് ദൈവം എനിക്ക് എന്റെ ശബ്ദമോ അല്ലെങ്കിൽ എന്റെ പണിയോ തരത്തുള്ളൂ. എന്നാണോ ഞാൻ ഈ മോശ സ്വഭാവം കാണിക്കുന്നത് അന്ന് എന്റെ കാലിന് താഴെയുള്ള മണ്ണ് പോയി തുടങ്ങും. അത് ഇവരാരും അറിയുന്നില്ല. ആ മണ്ണ് പോയി എന്നെങ്കിലും തെന്നി താഴെ വീഴുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഒരാളുടെ മനസ്സ് നോവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ്. ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാര് അതിന് കറക്റ്റായിട്ട് അത് തന്നെ അനുഭവിച്ചിട്ട് തന്നെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റും. ഇത് കർമ്മ എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന്റെയും സ്പിരിച്വാലിറ്റിയും ഒന്നുമല്ല ഞാൻ പറയുന്നത്. കർമ്മ എന്ന് പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഒരാളെ അടിച്ചോ, നിങ്ങൾക്ക് അടി കൊണ്ടിട്ടേ നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോകത്തുള്ളൂ. നിങ്ങൾ ഒരാളെ നോവിച്ചോ, ആ നോവിക്കുന്ന അതേ നാണയത്തിൽ നിങ്ങൾ ആൾക്കാർ ചീത്ത പറഞ്ഞ് നിങ്ങൾ നാറി വിഷമിച്ച് കരഞ്ഞിട്ടേ ഈ ലോകത്തുനിന്ന് പോകും. എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ എനിക്ക് പ്രശ്നമേ ഇല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഇവർക്ക് കേൾക്കും, ഇവർക്ക് അത് താങ്ങാനുള്ള ശക്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്നെ പറയുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കാതെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റില്ല. അത് ഞാൻ പറയില്ല. അതിന്റെ പേരാണ് കർമ്മം.
അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആരാണോ വിതച്ചവൻ കൊയ്യും എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ വിതയ്ക്കുന്ന ഈ വൃത്തികെട്ട വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വരുമ്പോൾ നിങ്ങൾ കണ്ണീരൊഴുക്കുമ്പോൾ തുടയ്ക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. അന്ന് എന്നെ വിളിക്കാം, ഞാൻ വന്ന് തുളച്ചു തരാം. എനിക്ക് അതിലും വിരോധമില്ല. കാരണം നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നിങ്ങളുടെ വിഷമത്തിൽ വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാം. അന്ന് ചീത്ത പറഞ്ഞ് നിങ്ങൾ ആരാണോ നിങ്ങൾ ചീത്ത വിളിക്കുന്നത് അവർക്കെതിരെയല്ല പോവുക, നിങ്ങളുടെ കൂടെ നിൽക്കാനേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. കാരണം വിഷമിപ്പിക്കുന്നവൻ വിഷമിച്ചിട്ടേ ഈ ലോകത്തുനിന്ന് പോകും. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു ജീവിതവും ജീവിക്കുന്നത്. ഓരോ ദിവസവും ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലതോ എന്തെങ്കിലും ഒരു നന്മയോ ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെനിക്ക് കോടിക്കണക്കിന് പൈസ ഉണ്ടായി ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്ത് ഞാൻ വലിയ സംഭവമൊന്നും അല്ല. ഞാനൊരു വലിയ ഫിലാന്ത്രപ്പിസ്റ്റ് ആണെന്നോ സീതക്കാത്തിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്കും നോർമൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടേ അത് ചെയ്യുന്നത്. അത് ഞങ്ങൾ തമ്മിലുള്ള എന്ത് ഇതാണെങ്കിലും അത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നോക്കാൻ വരണ്ട. ഇതിനിടയ്ക്ക് ഇപ്പോ ആൾക്കാർക്ക് വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി 3 മാസം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത മാസം ഡെലിവറിയാണ്. പട്ടിയാണ് 4-5 മാസത്തിൽ പ്രസവിക്കുന്നത്. ഇത് മനുഷ്യ സ്ത്രീയാണ്. അതും ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. അപ്പൊ അവനും അമ്മായിക്ക് വേറെ പണിയില്ലല്ലോ, ഷോ പിന്നെയും കാണാം. അവൻ പറഞ്ഞു അന്ന് നിങ്ങൾ ഇതേ പറയും. കാരണം നിങ്ങളുടെ കുടുംബ മഹിമ ഇത്രയില്ല. നിങ്ങൾ ഇങ്ങനെയാണ്. അത് നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതേ ചെയ്യൂ. നന്നാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. അമ്മാവാത്തല്ലേ നന്നാവൂല എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ നന്നാവില്ല, എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ കുറെ കാലമൊക്കെ ഗെറ്റ് വെൽ സൂൺ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾ നന്നാവില്ല എന്നുള്ളത് എനിക്കറിയാം. ഇനി ഇതിന് ചീത്ത വിളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ പറഞ്ഞതിനല്ലേ ചീത്ത വിളിക്കും. എന്റെ ഭാര്യയുടെ തോളത്ത് കൈവച്ച് അയ്യോ ഇവൻ തോളത്ത് കൈവയ്ക്കുന്നത് ഷോ. ഇവൻ സ്വന്തം ഭാര്യനെ ഞാൻ ഓഫീസിൽ പോകാന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിന്റെ കഥവ് തട്ടുന്ന ആളായിരുന്നു. എന്നിട്ടാണ് ഇവര് പറയണത് എന്റെ ഭാര്യനെ തോളത്ത് കൈവച്ച്. എന്റെ മക്കളെ ഞാൻ നോക്കുന്നത് അന്തസ്സായിട്ട് ഞാൻ നോക്കും. അല്ലാതെ കണ്ടവന്റെ വെച്ചിൽ മാന്തിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എന്റെ കഴിവില് കുഞ്ഞുമോള് വർക്ക് ചെയ്ത് ഞാൻ വർക്ക് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസയിൽ ഞങ്ങളുടെ കുടുംബം ജീവിക്കും. നിങ്ങൾ നോക്കാൻ വരണ്ട. ഞങ്ങളുടെ മക്കൾ വേറെ ആർക്കും വളർത്താൻ കൊടുത്തിട്ടില്ല. ഞങ്ങളാണ് വളർത്തുന്നത്. നിങ്ങൾ പറയണ്ട ഞങ്ങളുടെ കുട്ടികൾക്ക് എന്താവും. ഞങ്ങൾ നോക്കും, അന്തസ്സായിട്ട് നോക്കും. ഒരച്ഛനും അമ്മയാണ് ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. അതിപ്പോ ഞങ്ങൾക്ക് 2 മക്കളല്ലാതെ ഞങ്ങളുടെ വീട്ടിലിപ്പോ വേറെ 6 ജീവനുണ്ട് പട്ടിക്കുട്ടികളുണ്ടാക്കുക.